ജൻസികൾ കൊണ്ടുവന്ന വലിയ ഭരണാധികാരികളുണ്ട്. അതിലൊന്ന് നമ്മുടെ ബംഗ്ലാദേശിലെ താരിഖ് റഹ്മാനാണ്. യൂനസിനെ അതിനു മുമ്പ് കൊണ്ടുവന്നിരുന്നു. യൂനസ് അമ്പെ പരാജയമായിരുന്നു. അതിനുശേഷം അവിടെ ജൻസികൾ അവിടെ ഇലക്ഷൻ നടത്തി. ഇപ്പോൾ പുതിയൊരു ഭരണാധികാരി വന്നിട്ടുണ്ട്, താരിഖ് റഹ്മാൻ. ഇതുപോലെ ജൻസികൾ KP ഒലി ശർമ്മയെ നേപ്പാളിൽ നിന്ന് ഓടിച്ചു. വലിയ പ്രക്ഷോഭവും കലാപവും നടത്തി തന്നെയാണ് ജൻസികൾ ഓടിച്ചത്. ഓടിച്ചു കഴിഞ്ഞ ശേഷം അവിടെ ജൻസികൾ തന്നെ ഒരു പ്രധാനമന്ത്രിയെ ആരോഹണം ചെയ്തു. ആ ജൻസിയുടെ പ്രധാനമന്ത്രിയാണ് ബാലൻ ഷാ എന്ന് പറയുന്ന വ്യക്തി. യഥാർത്ഥത്തിൽ ഈ ജൻസികൾ പ്രധാനമന്ത്രിയെ കൊണ്ടുവരുന്നു, പ്രധാനമന്ത്രി അവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നു. പക്ഷേ ഈ പ്രധാനമന്ത്രിക്ക് ഭരിക്കാൻ അറിയണ്ടേ? പ്രധാനമന്ത്രിക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിലും ഇതുപോലെ കുറേ ജൻസികൾ നരേന്ദ്രമോദി എടുത്തു മാറ്റിയിട്ട് അവർ കാണുന്ന പൂക്കി പ്രധാനമന്ത്രിമാരെ കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ നരേന്ദ്രമോദി താഴെ ഇറങ്ങി അഭിജിത്ത് ദീപ്കെ പ്രധാനമന്ത്രിയായാൽ എങ്ങനെയിരിക്കും? അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നരേന്ദ്രമോദി താഴെ ഇറങ്ങി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാൽ എങ്ങനെയിരിക്കും? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യം ഭരിക്കുന്നത് വെറുതെ നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം UPA സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമായിരുന്നോ? രാജ്യമെമ്പാടും ബോംബ് സ്ഫോടനങ്ങൾ, താജ് ആക്രമണം. ഓരോ ആക്രമണം നടത്തുമ്പോഴും മൻമോഹൻ സിംഗ് ഓരോ വാർത്താ സമ്മേളനം വിളിക്കും. മൻമോഹൻ സിംഗ് അങ്ങനെ വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിക്കരയും. അമേരിക്ക മൻമോഹൻ സിംഗിന്റെ ചെവിക്ക് പിടിക്കും, തിരിച്ച് ആക്രമിക്കില്ലെന്ന് പറയും. രാഹുൽ ഗാന്ധി അപ്പോൾ മൻമോഹൻ സിംഗിന്റെ സൈഡിൽ തന്നെ നിൽപ്പുണ്ട്. സോണിയാഗാന്ധിയാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ പ്രസ് കോൺഫറൻസ് ആണ് മൻമോഹൻ സിംഗ് നടത്തുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത്, പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിച്ചാൽ പാകിസ്ഥാന് 10 തിരിച്ചടി അങ്ങോട്ട് കൊടുക്കും. അദ്ദേഹം പ്രസ് കോൺഫറൻസ് വിളിക്കില്ല. അപ്പോൾ ഇവിടെയുള്ളവർ പറയും മോദിക്ക് മാധ്യമങ്ങളെ കാണാൻ ഭയമാണെന്ന്. അദ്ദേഹം ചെയ്ത് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും ആ സ്ഥാനത്ത് രാഹുൽ ഗാന്ധിയെ നിങ്ങൾ വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി. ഇപ്പോഴിതാ ജൻസി വേവിൽ വന്ന ബാലൻ ഷേ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അമ്പെ പരാജയമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ജൻസികൾ തന്നെ വീണ്ടും ഇയാൾക്കെതിരെ തെരുവിൽ ഇറങ്ങാൻ പോവുകയാണ്. ഒരു രാജ്യത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അതായത് ഭരിക്കാൻ ഡെമോക്രാറ്റിക് ആയിട്ട് ഒരാൾ കയറുന്നു, അയാളെ കലാപത്തിലൂടെ പുറത്താക്കുന്നു, വീണ്ടും അടുത്ത കലാപം ഇയാളെ തിരിച്ചു കൊണ്ടുവരാനായി, ഇയാളെ പുറത്താക്കാനായി നടത്തുകയാണെന്നുള്ളതാണ്. ഫ്രം ജൻസി വേവ് ടു ഹീറ്റ് ഇൻ 150 days, ബാലൻ ഫേസസ് സ്ട്രീറ്റ് ആങ്കർ, പാർലമെന്റ് പ്രഷർ ആൻഡ് പാർട്ടി അണ്ണീസ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 150 ദിവസത്തിന് ശേഷം ഇയാൾ എടുത്ത നടപടികളെല്ലാം തുഗ്ലക് പരിഷ്കാരങ്ങളായി മാറി. രാജ്യം തകർച്ചയുടെ വക്കിലേക്ക് പോയി. രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ പട്ടിണിയിലേക്ക് പോകും ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പോലും നശിപ്പിച്ചു. കാരണം ഇന്ത്യയുമായി നല്ല ബന്ധമായിരുന്നു, ആ ബന്ധം പോലും നശിപ്പിച്ചു. അങ്ങനെ ജൻസി വേവ് ഗോട്ട് ഹിം ഇൻ, ബട്ട് നൗ ദ സെയിം ജൻസി along is growing street anger, a parliamentary pressure and unrest within its own party is turning up the heat on Nepal's ബാലൻ ഷാ. അതായത് സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ബാലൻ ഷായ്ക്ക് ഉയർന്നു വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ബാലൻ ഷായെ താഴെ ഇറക്കാൻ ജൻസി കൊണ്ടുവന്ന പ്രധാനമന്ത്രി ഇനി ബാലൻ ഷായെ താഴെ ഇറക്കാൻ വീണ്ടും ജൻസികൾ തെരുവിലിറങ്ങി, വീണ്ടും ബാലൻ ഷായെ താഴെ ഇറക്കി അവർ വീണ്ടും ഏതെങ്കിലും പ്രധാനമന്ത്രിയെ കൊണ്ടുവരാൻ. രാജ്യം മുടിഞ്ഞ് പണ്ടാരം അടങ്ങും എന്നുള്ളതല്ലാതെ ഇതിന് മറ്റൊന്നും പ്രധാനമായിട്ടും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വേറൊരു കാര്യമെന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.